പരാതി കൊടുക്കുമ്പോൾ അങ്ങനെ കടുപ്പിച്ച ആരോപണത്തിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും താല്പര്യങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുണ്ട് എന്നൊരു നിഗമനത്തിലാണോ താങ്കൾ പരാതി കൊടുത്തിട്ടുള്ളത്? അല്ല, അത് രണ്ട് കാര്യങ്ങൾ. അതായത് ഞാൻ കൊടുത്ത പരാതിയിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി എന്ന് പറയുന്നത് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സ്വാഭാവികമായും എൻ്റെ പരാതിയാണ് അന്വേഷണ ഏജൻസിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൈമാറുക. ആ പരാതിയിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് എനിക്ക് ശശിക്കെതിരെ പറയാനുള്ളത്. അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആവേണ്ട കാര്യമല്ല. അതുകൊണ്ടാണ് ശശിയെക്കുറിച്ചുള്ള പരാതി ഞാൻ അതിൽ പറയാതിരുന്നത്. ഇപ്പം ഞാൻ വളരെ വ്യക്തമായും പാർട്ടി സെക്രട്ടറിക്ക് ഇന്നലെ അത് കൈമാറിയിട്ടുണ്ട് ദൂതൻ വഴി. പിന്നെ ഇത് പാർട്ടി പഠിക്കട്ടെ. കാരണം ഞാൻ കടുപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഇതിൽ കടുപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഈ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ശുപാർശ പോലും ഈ 6-7 ദിവസം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പിടിച്ചു വെച്ചു എന്ന് പറയുന്നത്. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ADGP MR അജിത് കുമാറിന് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയാലോ, താങ്കൾ പറഞ്ഞതുപോലെ ട്രിപ്പിൾ ഏജന്റ്, ഞാൻ ആ പദപ്രയോഗം താങ്കളുടെ വാക്ക് കടമെടുത്താൽ, പലരുമായിട്ടും ചങ്ങാത്തമുണ്ടാക്കിയാലോ സ്വകാര്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും, കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് എന്താണ് മെച്ചം? അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇത്തരം ഇടപെടലുകൾ നടത്തുന്നത് കൊണ്ട് എന്താണ് നേട്ടമുണ്ടാവുക ശ്രീ PV അൻവർ? അതൊരു ലോജിക്കലായ ഒരു ചോദ്യമല്ലേ? MR അജിത് കുമാറിന് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ നേട്ടമുണ്ടാവും, പക്ഷേ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ? അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് എന്താണ് നേട്ടം? എന്തെങ്കിലും ഒരു നേട്ടമില്ലാതെ ഇങ്ങനെ ഒരു നയം അദ്ദേഹം സ്വീകരിക്കുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വമ്പിച്ച നേട്ടങ്ങൾ പലതായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഇൻറ്റൻഷൻ എന്താണ്? ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്? ഞാൻ ആദ്യമായി പറഞ്ഞു, പാർട്ടി പ്രവർത്തകർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം, പോലീസ് സ്റ്റേഷനുകളിലേക്ക് കയറിപ്പോകാൻ സഖാക്കൾക്ക് പറ്റാത്ത വിധം പോലീസ് സ്റ്റേഷനുകളിൽ എന്തിന് ബാരിക്കേഡ് നിർമ്മിച്ചു? അതിൽ നിന്ന് ഈ പാർട്ടിക്കുണ്ടായ പ്രതിസന്ധി ഈ തെരഞ്ഞെടുപ്പുകളിലും പൊതുപ്രവർത്തനത്തിലും കാണുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻറ്റൻഷനലി ആണ് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇദ്ദേഹം മറ്റാരുടെയെങ്കിലും ചാരനായിട്ടാണോ അല്ലെങ്കിൽ ഇന്ന് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്നത് പോലും പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി മറ്റാരുടെയെങ്കിലും ചാരനാണോ എന്നാണ് താങ്കൾ ചോദിക്കുന്നത്? അല്ല, അത് അന്വേഷിക്കണം. അങ്ങോട്ടേക്ക് പോകുന്നു. ഈ വിജിലൻസ് അന്വേഷണത്തിന് 8 ദിവസം മുമ്പ് ശുപാർശ നൽകിയിട്ട് ഇന്നലെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് അത് കൊണ്ടു ചെല്ലുന്നത് എന്നാണ് ഇന്ന് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വാസ്തവല്ലേ? ദേശാഭിമാനി സത്യമല്ലേ ഈ വിഷയത്തിൽ പറയൂ എന്ന് പറഞ്ഞാൽ 7 ദിവസം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ, വാർത്താമാധ്യമങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ ഫയൽ പിടിച്ചു വെക്കേണ്ട ആവശ്യം എന്താ? ഇതിപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവല്ലേ? ഈ വിജിലൻസ് അന്വേഷണം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൂടി ബാധകമാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അത് പാർട്ടി പരിശോധിക്കട്ടെ അരുൺ. ഞാനിപ്പോൾ കൊടുത്ത പരാതികളുണ്ടല്ലോ, ആ പരാതികളെക്കുറിച്ച് പാർട്ടി പരിശോധിക്കട്ടെ. ഞാൻ വെറുതെ കുറേ വാറോല എഴുതി കൊടുത്തിരിക്കുകയല്ല. ഞാൻ എഴുതി കൊടുക്കുന്നതിന് ബേസുണ്ട്, അതിന് തെളിവുണ്ട്. ഞാൻ അതിൽ പറയുന്ന ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. പാർട്ടിക്ക് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എല്ലാ കൃത്യമായ സൂചനകളും ഞാൻ നൽകിയിട്ടുണ്ട്. അതൊരു പാർട്ടി അന്വേഷിക്കട്ടെ. ഒരു കോമൺ സെൻസല്ല ആര് അത് പരിശോധിച്ചാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ട് എന്ന് ബോധ്യപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. അവിടെയാണ് വിഷയം.